നമ്മുടെ രാജ്യത്തുടനീളം പല ആളുകളും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഈ നുഴഞ്ഞു കയറിയ ആളുകളുടെ വോട്ട് ബാങ്ക് വെച്ച് ജയിച്ചു പോന്നിട്ടുള്ളവരുണ്ട്. ആ ആളുകൾക്കൊക്കെ ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും കുടിയൊഴിപ്പിക്കലുകൾ നടക്കുമ്പോൾ വലിയ ആശങ്കയുണ്ടാക്കുകയും അവർ ഈ കുടിയൊഴിപ്പിക്കപ്പെടുന്ന ബംഗ്ലാദേശികൾ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും ഒടുവിൽ എന്ന് പറയുമ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത് അസമിലാണ്. അസം സംസ്ഥാന സർക്കാർ ഇവരെ കുടിയൊഴിപ്പിക്കൽ നടത്തുന്ന സമയത്ത് നമുക്കറിയാം ഒരു പറ്റം ആക്ടിവിസ്റ്റുകളൊക്കെ കൂട്ടിക്കൊണ്ട്, അതായത് പ്രശാന്ത് ഭൂഷൺ, ഹർഷ് മന്ദർ തുടങ്ങിയിട്ടുള്ള ആക്ടിവിസ്റ്റുകളൊക്കെ കൂട്ടിക്കൊണ്ട് മുൻ ആസൂത്രണ കമ്മീഷൻ അംഗമായിട്ടുള്ള സയ്യിദ ഹമീദ് വന്നു. ഈ സയ്യിദ ഹമീദ് എന്ന് പറയുന്നത് മൻമോഹൻ സിംഗിന്റെ കാലത്തെ ആസൂത്രണ കമ്മീഷൻ അംഗമാണ്. ഇവർ വന്നിട്ട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ബംഗ്ലാദേശികൾക്കും താമസിക്കാൻ അവകാശമുണ്ട്, അപ്പോൾ അതിനെ തടയാൻ പാടില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യം നമ്മളൊന്ന് പുനർവിചിന്തനം ചെയ്ത് നോക്കിയാൽ ഇവരുടെ ഒരു റൂട്ട് എവിടേക്കാണ് കിടക്കുന്നത് എന്നുള്ള ഒരു ആശങ്ക നമുക്ക് തോന്നും. എന്തായാലും അതിന് കിരൺ റിജിജു ഉൾപ്പെടെയുള്ളവരൊക്കെ മറുപടിയും കൊടുത്തു. ആ മറുപടി വളരെ പ്രസക്തവുമാണ് കേട്ടോ. ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ ആയിട്ട് ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ബുദ്ധമതക്കാരും ക്രിസ്തു മതക്കാരും സിഖ് മതക്കാരും ഹൈന്ദവ വിശ്വാസികളും എല്ലാം ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ഒന്നും ഈ പറയുന്ന ആക്ടിവിസ്റ്റുകൾക്ക് കമ എന്നൊരു അക്ഷരം മിണ്ടാനായിട്ട് കഴിയുന്നില്ല. അതോടൊപ്പം റിജിജു പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് സയ്യിദ ഹമീദ് സോണിയാഗാന്ധിയുമായിട്ട് രാഹുൽ ഗാന്ധിയുമായിട്ടൊക്കെ വലിയ ബന്ധമൊക്കെ ഉണ്ടാവും, പക്ഷേ അനധികൃത കുടിയേറ്റക്കാരെ പിന്തുണയ്ക്കരുത് എന്നാണ്. അപ്പോൾ ഈ അനധികൃത കുടിയേറ്റക്കാർ നമ്മുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്നതായതുകൊണ്ടാണ് ഇത്തരത്തിൽ അവർക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് തിരിച്ചു പറയേണ്ടി വന്നിട്ടുള്ളത്. പല ആക്ടിവിസ്റ്റുകളുമൊക്കെ സയ്യിദ ഹമീദ് പറഞ്ഞതിൽ എന്താണ് പ്രശ്നം, അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശമില്ലേ എന്നൊക്കെ ഘോരഘോരം പറയുന്നത് കേട്ടു പലയിടങ്ങളിലും. ഈ ബംഗ്ലാദേശികളായിരുന്നവരാണല്ലോ ഇവിടെ വന്നിട്ട് പല കുൽസിത പ്രവർത്തനങ്ങൾ, നമ്മുടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ളത് നടത്തുന്നത്. ഇവരെയൊക്കെ കുടിയൊഴിപ്പിക്കണ്ടേ? ഈ കുടിയൊഴിപ്പിക്കുന്നവരുടെ വോട്ട് കിട്ടില്ല എന്ന് കരുതിയിട്ടല്ലേ ഈ കിടാങ്ങൾ കിടന്ന് കരഞ്ഞ് മെഴുകിക്കൊണ്ടിരിക്കുന്നത്? അത് ആർക്കാണ് മനസ്സിലാവാത്തത്? ഇനി സയ്യിദ ഹമീദിലേക്ക് തന്നെ വരാം. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം അത് തന്നെയാണ്. സയ്യിദ ഹമീദ്. ഈ സയ്യിദ ഹമീദിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് പുറകിലേക്ക് പോകണം. ഏതാണ്ട് 2015 കാലഘട്ടം. അവിടെ ആ സമയത്ത് സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാനെ ചർച്ചയ്ക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കമൊക്കെ നടന്നു. അപ്പോൾ അന്ന് ഈ ശ്രമമൊക്കെ നിരാകരിക്കാനുള്ള ശ്രമമൊക്കെ നടന്നു. അതായത് ഈ ചർച്ചയ്ക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നിരാകരിക്കാനുള്ള ശ്രമമൊക്കെ നടന്നു. അന്നത്തെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പക്ഷേ ആ കൊണ്ടുവരാനുള്ള നീക്കത്തിൽ ഉറച്ചു നിന്നു. അതിർത്തി കടന്നിട്ടുള്ള ഭീകരതയിൽ മാത്രമാണ് ചർച്ച കേന്ദ്രീകരിക്കേണ്ടതെന്ന് അവർ നിർബന്ധമായിട്ടും പറഞ്ഞു. എന്നാൽ പോലും NSA തല ചർച്ചകളൊക്കെ റദ്ദാക്കിക്കൊണ്ട് ഇസ്ലാമാബാദ് അതിൽ നിന്ന് പിന്മാറി. സ്വാഭാവികമാണ്, അവർക്ക് ഭീകരതയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ നയതന്ത്ര പ്രതിസന്ധിയുടെ ആ നിമിഷത്തിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ശബ്ദം ഉയർന്നു വരുന്നുണ്ട്. അത് ഈ പറയുന്ന സയ്യിദ ഹമീദിൻ്റെതാണ്. അവര് ന്യൂസ് ബ്ലേസ് ഇന്ത്യയിൽ എഴുതി. എന്താണ് എഴുതിയത്? ഇങ്ങനെയാണ് അവർ എഴുതിയിരിക്കുന്നത്: സമഗ്രമായിട്ടുള്ള അജണ്ടയ്ക്കായിട്ട് ഇസ്ലാമാബാദ് ഡൽഹിയിലേക്ക് വരാൻ തയ്യാറാണ്, പക്ഷേ ഇന്ത്യ എല്ലാ നിബന്ധനകളും വ്യവസ്ഥകളും നിർദ്ദേശിക്കുന്നത് സഹിക്കില്ല. അതായത് ഇന്ത്യ പറയുന്നിടത്തൊന്നും പാകിസ്ഥാന് നിൽക്കാൻ പറ്റില്ല. പാകിസ്ഥാൻ പറയുന്നതാണ് ശരി എന്നുള്ള തരത്തിൽ തന്നെയാണ്. അതായത് പാകിസ്ഥാന്റെ ഔദ്യോഗിക നിലപാട് എന്താണോ ആ ഔദ്യോഗിക നിലപാടിനെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് ഈ സയ്യിദ ഹമീദ് എന്ന് പറയുന്ന വ്യക്തി അവിടെ എടുത്തത്. അതായത് നമ്മുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യത്തിൽ അവർ രാജ്യത്തിനെതിരെ തീരുമാനം എടുത്തുകൊണ്ട് വരികയാണ്. രാജ്യം ഒന്നടങ്കം ഒരു കാര്യത്തിൽ പറയുകയാണ്. അപ്പോഴാണ് ഇത്തരത്തിൽ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ശരിയായ കാര്യമാണോ? ഇവരുടെ ഒരു റൂട്ട് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇവരുടെ അമ്മാവനുണ്ട്. ഇവരുടെ അമ്മാവൻ എന്ന് പറയുന്നത് ഡോക്ടർ മുബാഷിർ ഹസൻ, അതായത് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയിലെ ഒരു പ്രമുഖ അംഗമായിരുന്നു. മാത്രമല്ല 1971നും 1974നും ഇടയിൽ അന്നത്തെ അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയുടെ കീഴിൽ ധനമന്ത്രി ആയിരുന്ന ആൾ കൂടിയാണ്. അപ്പോൾ മനസ്സിലാകുമല്ലോ ഏതാണ്ട് എത്രത്തോളം അടുത്ത ബന്ധമുണ്ടെന്ന്.
മാത്രമല്ല ഈ 71 പാക് പുനഃക്രമീകരണം നടക്കുന്ന സമയത്ത് ഭൂട്ടോയുടെ അടുത്ത കക്ഷിയായിട്ട് മാറുക കൂടി ചെയ്തയാളാണ് ഈ ഡോക്ടർ മുബാഷിർ ഹസൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ ഈ നേതാവ് എന്ന് പറയുന്നത്. ഈ പുള്ളിയുടെ ശിക്ഷണത്തിലാണ് സയ്യിദ ഹമീദ് അവരുടെ സാഹിത്യ ജീവിതം തന്നെ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ സാഹിത്യ ജീവിതം തുടങ്ങിയ ഇവർ മൗലാന ആസാദിനെ കുറിച്ചുള്ള ഒരു പുസ്തകം എഴുതി. ഈ പുസ്തകം നമ്മുടെ ഇന്ത്യയിലെ പ്രസാധകരൊക്കെ അങ്ങ് നിരസിച്ചു. പക്ഷെ ഇവർ എന്ത് ചെയ്തു? കറാച്ചിയിൽ വെച്ച് അവർ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് പാകിസ്ഥാൻ 1998 ഇസ്ലാമിക് സീൽ ഓൺ ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് എന്ന പേരിൽ ഇത് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ നമ്മുടെ രാജ്യത്ത് പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകം ഇവർ പാകിസ്ഥാനിൽ പോയിട്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. പിന്നീട് ഇതിൻ്റെ ഒരു പുതുക്കിയ പതിപ്പുണ്ട്. അത് ഇങ്ങനെയാണ്, അതിൻ്റെ ടൈറ്റില് മൗലാന ആസാദ് ഇസ്ലാം ആൻഡ് ദി ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് എന്ന പേരിൽ ഒരു പുനഃപ്രസിദ്ധീകരണമൊക്കെ ഇതിൻ്റെ നടത്തി. അതും അവിടെ തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാനൊക്കെ കഴിയുന്നത്. ഇത് അവരുടെ അമ്മാവനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇവരുടെ വിവാഹം അതിലേക്ക് വരാം. പ്രൊഫസർ സയ്യിദ് മുഹമ്മദ് അബ്ദുൽ ഹമീദ്, ഇതാണ് അവരുടെ ഭർത്താവിൻ്റെ പേര്. കറാച്ചിയിൽ നിന്നുള്ള ബിസിനസ് സ്റ്റഡീസ് പ്രൊഫസർ ആണ് ഈ പറയുന്ന സയ്യിദ് മുഹമ്മദ് അബ്ദുൽ ഹമീദ്. അവർ തമ്മിൽ അമേരിക്കയിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത്. പല ലേഖനങ്ങളിലുമൊക്കെ ഈ സയ്യിദ് ഹമീദ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാക്കിലെ കുടുംബത്തെ കാണാൻ വർഷത്തിൽ 2 തവണ ഇവർ അങ്ങോട്ടേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ആകാശ് ഈ ദോസ്തി, അത് 2012 മിഷൻ ഭാരതിയെ ആരംഭിച്ചിട്ടുള്ള പാക് ഇന്ത്യ സൗഹൃദ ഒരു സംരംഭമാണ്. അപ്പോൾ നയതന്ത്ര ചാനലുകൾക്ക് വീണ്ടും തുറക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഇത് നടപ്പാക്കിയത് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ പ്രവർത്തിക്കുകയും അവിടെയും ഇവർ പാകിസ്ഥാന് അനുകൂലമായിട്ടുള്ള നിലപാടുകളിലേക്കൊക്കെ പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാന്റെ സമാധാനം, അതായത് പാകിസ്ഥാൻ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അവർ. ആ ഒരു പ്രൊപ്പഗാൻഡയാണ് ഇവിടെ ഇറക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള പ്രൊപ്പഗാൻഡയുമായിട്ട് വരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ബംഗ്ലാദേശുമായി ചേർന്നുള്ള പ്രശ്നത്തിൽ ഈ ഒരു നിലപാടല്ലാതെ മറ്റൊരു നിലപാട് എടുക്കില്ലല്ലോ. അപ്പോൾ ഇവരെ പാകിസ്ഥാൻ ഒരു സമാധാന ലോബിയാണ് എന്നൊക്കെ പറഞ്ഞു വെക്കാനാണ് ശ്രമിക്കുന്നത്. ഇവർ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിച്ചു പോകുന്നത് ഈ രാഹുൽ ഗാന്ധിയായിട്ടും സോണിയാഗാന്ധിയായിട്ടും മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ആസൂത്രണ കമ്മീഷൻ അംഗമായിരുന്നയാളാണ്. എങ്ങനെയാണ് ഇവർ ആസൂത്രണ കമ്മീഷൻ അംഗമായത് എന്നുള്ളൊരു ചിന്ത നമ്മൾക്ക് ഇടയിൽ പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു തെറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും അടുത്ത ബന്ധമുള്ളത് കൊണ്ടായിരിക്കാം, രാഹുൽ ഗാന്ധിയുമൊക്കെ അടുത്ത ബന്ധമുള്ളത് കൊണ്ടാണോ പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഒക്കെ എതിരെ പറയുന്ന ഒരാളെ അനുകൂലമായിട്ട്, പാകിസ്ഥാനും ബംഗ്ലാദേശിനുമൊക്കെ അനുകൂലമായിട്ട് പറയുന്ന ഒരാളെ ആസൂത്രണ കമ്മീഷൻ അംഗമാക്കിയത് എന്നുള്ളൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു റൂട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഇവരുടെ ഈ ഒരു കാര്യം ഈ സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ ഒന്ന് പരതി നോക്കിയപ്പോൾ ഈ ഒരു വിഷയം കണ്ടു. അപ്പോൾ അത് എന്താ പറയുക, അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ്. ഇവർക്ക് ഇതിൽ വേറെന്തെങ്കിലും താല്പര്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു റൂട്ട് ഇവർക്ക് പാകിസ്ഥാനുമായിട്ടൊക്കെ ചേർന്ന് കിടപ്പുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.